ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. അപ്പോൾ ഇത് വിഷുവിൻ്റെ തലേ ദിവസമാണ്. ഇപ്പോൾ ഏകദേശം സമയം രാത്രി ഒരു 12 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ഒന്ന് മേലെ കഴുകി കിടന്നുറങ്ങണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇൻട്രോം കൂടി എടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നാണെങ്കിൽ ഫുള്ള് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. ഇന്ന് രാവിലെ തന്നെ നമ്മളെ അടുക്കളയിൽ ചിമ്മിനി കേടായിപ്പോയി. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി ആൾ വന്ന് അപ്പോൾ അവർ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും സന്ധ്യയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ ഞാൻ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കണി വെക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അത് പുറത്തു പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന്. അതുപോലെ തന്നെ ക്ലീനിങ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തീർത്തു. അപ്പം ഇവർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും 7 മണിക്ക് വന്നു. 7 മണിക്ക് വന്ന് അവർ എല്ലാം റെഡിയാക്കി 8 മണിയൊക്കെ ആയി പോകാൻ വേണ്ടി, 8:30 ആയി പോകാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഞാനൊരു തട്ടിക്കൂട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ പച്ചരി ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തു പോയ സമയത്ത് ആ പച്ചരി വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ കുതിർത്തു. ഒരു 2 മണിക്കൂറേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് മൈദയൊക്കെ ചേർത്ത് ഒരു തട്ടിക്കൂട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അമ്മമാരുണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതിന്. പിന്നെ ഞാൻ എൻ്റെ പണിയൊക്കെ തീർത്ത് വെക്കണം എന്ന് വിചാരിച്ചത് നാളത്തെ സദ്യക്ക് വേണ്ടിയിട്ടുള്ളത്. അതായത് കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെക്കുക, പിന്നെ പച്ചടിയും പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. പുളിയിഞ്ചി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പച്ചടി ഉണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. ഇനിയിപ്പം കിടന്നുറങ്ങണം, രാവിലെ എഴുന്നേറ്റിട്ട് കണി കാണണം. അപ്പം അതിന് മുന്നേ നമുക്കൊന്ന് അടുക്കളയിലേക്ക് പോവാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉണ്ട്. പച്ചരി ഞാൻ 2 മണിക്കൂർ മാത്രമേ കുതിർത്ത് വെച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂടെ മൈദയും അതേപോലെ ഒരു പഴം ഉണ്ടായിരുന്നു. ആ പഴമൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണോ എന്ന് വെച്ചാൽ ഓക്കെയാണ്. നമ്മൾ അമ്മമാരുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നുമില്ല, പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ കുറച്ചെടുത്ത് കണി വെക്കുന്ന അവിടെ കൊണ്ടുവെക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പുളിയിഞ്ചി. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല, കാരണം ഒരുപാട് ലേറ്റായിട്ട് തന്നെ ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ലേറ്റാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് രാവിലെ കാണാം. ഞാനും ഏട്ടനും കണി കണ്ട് കഴിഞ്ഞ് പിന്നെ മോളെ വിളിച്ചു. അവൾ ഫുള്ള് ഉറക്കത്തിലായിരുന്നു. പക്ഷെ എന്നാലും അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ ഞാനും ഏട്ടനും കണിയൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ ഇവളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളും കണിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇന്നലെ എനിക്ക് പച്ചക്കറിയൊന്നും കട്ട് ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് കുറച്ചുകൂടെ പണി അധികമായിട്ടുണ്ട്. ഞാൻ ആദ്യം കൂട്ടുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കടലയും ചേനയും ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് പച്ചക്കായ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങളും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കുക്കറിലുള്ള കടലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കണം. അങ്ങനെ ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. കുക്കറിലുള്ള കടലയൊക്കെ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി. കാരണം എനിക്ക് ആ ഒരു കുക്കറിൽ തന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളും കൂടെ വേവിക്കാനുണ്ട്. ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം, കാരണം ഇതിൻ്റെ ഇടയിൽ വീഡിയോ കൂടി എടുക്കുക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും വിഷു, ഹാപ്പി വിഷു. ഇന്ന് നമ്മളെ വിഷുവാണ് ഫെസ്റ്റിവല്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ മാറ്റുന്നുണ്ട്. കടലക്കറി എന്തെല്ലാം നിലത്തിട്ടിരുന്നിയാ? കടലക്കറി പിന്നെ എന്നാ പറ, ഇതെല്ലാം ഞാൻ ഒറ്റക്ക് എടുത്ത് വെച്ചതാണ്. എന്താ കറി പറയാ? എന്നാ കറി? അത് കണ്ടു ആ കൂട്ടുകറി. അത് ഉപ്പേരി ഉണ്ട്. ഇത് പുളിയിഞ്ചി, മാങ്ങക്കറി, കാബേജ്, അവിയല്. ഇനി സാധനങ്ങൾ വരാനുണ്ട്. ടേബിളിൽ സ്ഥലമില്ലാത്തോണ്ടാണ്. അപ്പൊ നമ്മളെ ഇലയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് സാധനമാണ് എല്ലാം എടുത്തിട്ട് വിളമ്പുക അല്ലേ? നമുക്ക് നിലത്തിരുന്ന് കഴിക്കാം അല്ലേ? എന്നാല് എല്ലാം സാധനങ്ങള് നമ്മളല്ലേ വാഴയല്ല. പിന്നെ ഇനി നമ്മള് എല്ലാത്തേക്കും ഉപ്പേരി, സാനൂന് കുഞ്ഞല, അമ്മേനും കുഞ്ഞമാവനെ പോലത്തെ. ഗൈസ് നടക്കിടക്ക് പറയണം. ഗൈസ് എനിക്ക് വേണ്ടേ?
എല്ലാവരും നിലത്തായിരിക്കുന്നത്. ശ്രീമോൾ ഈസ് നിലത്തിരിക്കുന്നു. ഹേ വിളമ്പ് കുറച്ചുകൂടി എടുക്ക്. ആ തുണി നിലം തുടച്ചിട്ട് അങ്ങോട്ട് ഇട്ടിനി, അത് മാറ്റിയിട്ടില്ല. മോളും വിളമ്പ്. വിളമ്പുന്നാണ് വിളമ്പിസ്റ്റ്. എനിക്ക് ഇത് വേണ്ട. വേണം കുറച്ചെടുക്ക്. കുറച്ചെടുക്ക്. നല്ല ടേസ്റ്റ്. അങ്ങനെ തന്നെ എടുത്ത വേറെ പാത്രത്തിൽ പപ്പടം വെക്ക്. പപ്പടം രണ്ടെണ്ണം വേണമെങ്കിൽ എന്റെ അല്ല വെക്ക്. ഇലേന്റെ മുകളിൽ ഇരിക്കല്ലേ ഇപ്പം വയ്യ. ആ ഇവിടെ വെക്ക്. അച്ഛനും ഒരുപാട് അല്ല അച്ഛന്റെ രണ്ടെണ്ണം കൊടുക്കും. ഒന്ന് വെക്ക്, നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ നീ വെക്ക്. അമ്മക്കൊന്നും നിന്റെ മുടി അച്ഛൻ അച്ഛനാ അവിടെ ദുരന്തറിലെ രൺവീറാ മുടി ഇങ്ങനെ പറത്തി കളിക്കുന്ന ഇവള് സാൻവിക. അല്ല സാൻവിക നമ്പ്യാർ. അച്ഛനല്ല നേരെ നേരെ വെക്കാൻ സ്ഥലമുണ്ട്, നമുക്ക് നേരെ നേരെ നിങ്ങളെല്ലാം എടുക്കാഞ്ഞിട്ടില്ലല്ലോ. ഓഹോ കുഞ്ഞാ നല്ലോണം എടുക്ക്. ഇവളെല്ലാം ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇവള് ഇടാഞ്ഞിട്ടാ. എല്ലാം എടുക്കണേ. വിളമ്പുന്നാളെ വിളമ്പുന്നാൾ. ഇത് മൂക്കോളം എല്ലാം ഇല്ലേ? ഇനി സാമ്പാറും രസവും. സാമ്പാറും രസമല്ലേ വരാനല്ലോ. പായസം പയ്യ പോലെ. ചോറ് വിളമ്പി. ചോറ് വന്നു, അവിയൽ വന്നു, പായസം വന്നു, എല്ലാരും വന്നു. ആ ഞാൻ എന്തെങ്കിലും അച്ഛനും കൊടുക്കും. ഒരു ലെവലില്ലാണ്ടാ പോകുന്ന സാധനം. ഇവിടെ എല്ലാം കല്യാണത്തിന് വിളമ്പാനാക്കിയ ആൾ ചീത്ത വിളിക്കുമല്ലോ. കാല് രസത്തിന്റെ ഉള്ളിലേക്കാവും. ഒരു രസത്തില് കാല് വന്നു. ഇല്ല. ഓ ഇതിനി അത്രട്ടം പോരും നീ. അമ്മ വേണം നീ കിട്ടുന്നില്ല. ചോറ് രാവിലെ വെച്ചതായിട്ട് തണുത്തു പോയി. കുഴപ്പമില്ല. ചോറ് ലാസ്റ്റ് നമുക്ക് തരാം. മതി 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 നമുക്ക് തരാം. മതി. നല്ല വെളുവിള വെളുത്ത ചോറ്, സൂന മസൂരി. രസം പിന്നെ മോനെ. രസമല്ല സാമ്പാർ എടുക്ക. ചോറ് തിന്നു കഴിഞ്ഞിട്ട് ചോറൊന്നും രസമില്ലെങ്കിൽ രസം കുടിക്കും, എന്നിട്ട് രസം ഉണ്ടെന്ന് പറയും. പിന്നെ കുയ്യെന്തിനു വെച്ചിനി? സാമ്പാർ കുയ്യ് വെച്ചിട്ടാ വിളമ്പ. ഒന്നും അറിയില്ല ഈ പെണ്ണിന്. കഷ്ണടക്കം വിളമ്പ് കുഞ്ഞെ, വെള്ളം മാത്രം വിളമ്പല്ല. വെള്ളം പച്ചക്കറിയും വിളമ്പ്. ആ അപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് നോക്ക്. കഷ്ണടക്കം വിളമ്പ് കുഞ്ഞെ. പിന്നെ മതി 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 മതി. ഓക്കെ താങ്കൾ അപ്പൊ എല്ലാം വിളമ്പി കഴിഞ്ഞു. നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. രസം പിന്നെ രസം ചോറിൽ തിന്നു കഴിഞ്ഞു. ഓക്കെ കൈ കഴുകിട്ടോ. സാധനം രസം വേണം. പകുതിയും പുറത്താണ് കഴിക്കുന്നുണ്ട്. കറിയൊന്നും എടുത്തിട്ടില്ല. വിളമ്പിയ ആള് പകുതി കറി എടുത്തിട്ടില്ല അല്ലേ വിളമ്പിയാളെ? നിന്റെ ഏത് ഫ്രണ്ടാ ഇത് കാണല്? അവർക്ക് ഹിന്ദി അറിയില്ലല്ലോ, മലയാളം അറിയില്ലല്ലോ. അവര് നിന്റെ ഫ്രണ്ട്സ്. ഓക്കെ കഴിക്കൂ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സെലക്ട് സിറ്റി മോളിൽ വന്നിട്ടാണ് ഉള്ളത്. അത് തുണി ഉണങ്ങാനിട്ടതാന്ന് തോന്നുന്നു അതിൻ്റെ മുകളിൽ. എന്തോ ആയിക്കോട്ട് വിഷുവിന് വീട്ടിൽ തന്നെ ഇരിക്കണ്ട. അപ്പോൾ പുറത്തിറങ്ങി എപ്പം വരുന്ന സ്ഥിരം വരുന്ന മോളിൽ തന്നെ നമുക്കെന്നാൽ ഒരു ചെറിയ സിനിമ കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും കണ്ടു കളയാം. മോഹിനിയാട്ടം കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ മോഹിനിയാട്ടം ഇവിടെ റിലീസ് ആവാത്തതുകൊണ്ടും സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ടും വാഴ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേയൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്.
അങ്ങനെ സിനിമയൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ സിനിമയൊക്കെ കാണട്ടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ബൈ.